archbishops, bishops, religious brothers, men and women in formation, the leaders of Fiat Mission, and my dear brothers and sisters in Jesus Christ. ആദ്യമായിട്ട് തന്നെ നന്ദിയുടെ ഒരു വാക്ക് ഫിയാത്ത് മിഷൻ പ്രദേശങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് വടക്ക് കിഴക്ക് രൂപതകൾക്ക് വേണ്ടി ചെയ്യുന്ന മഹത്തായ പ്രവർത്തനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഫിയാത്ത് മിഷൻ കുറച്ച് നീണ്ട കാലങ്ങളായിട്ട് പല രീതിയിൽ മിഷൻ പ്രദേശങ്ങളെ സഹായിക്കുന്നുണ്ട്. ഫിയാത്ത് മിഷൻ്റെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക്, പ്രത്യേകിച്ച് വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മെത്രാന്മാർക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് തന്നെ ഞങ്ങൾ 8 മെത്രാന്മാർ ഇവിടെ ഉണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ഈ കുർബാന പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ അർപ്പിക്കുന്നത്. ഫിയാത്ത് മിഷൻ്റെ സമ്മേളനങ്ങളും കൺവെൻഷൻസും ഗ്രേറ്റ് ഗ്യാതറിങ്ങും ഒക്കെ പരസ്പരം അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും പരസ്പരം അറിയുവാനുമുള്ളൊരു വലിയൊരു അവസരമാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് വടക്ക് കിഴക്കൻ രൂപതകളെപ്പറ്റി ചുരുങ്ങിയ വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ രൂപതകൾ സഭ അധികം പ്രായമില്ലാത്തൊരു സഭയാണ്. 1890 ആദ്യമായിട്ട് ജർമ്മനിയിൽ നിന്ന് 2 സൽവത്തോറിയൻ മിഷണറിമാർ വന്ന് ഷില്ലോങ്ങിൽ താമസം തുടങ്ങിയത്. ആദ്യ ലോക മഹായുദ്ധത്തിന് ശേഷം അവർ വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങൾ ഇന്ത്യ വിടേണ്ട സമയം വന്നപ്പോൾ സലേഷ്യൻ സഭാംഗങ്ങളെ ഈ മിഷൻ പ്രദേശങ്ങൾ ഏൽപ്പിച്ചു. അങ്ങനെ 1922 മുതൽ അവർ പ്രേക്ഷിത വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1934 ആദ്യത്തെ രൂപത ഷില്ലോങ്ങിൽ സ്ഥാപിച്ചത്. 1956 കേരളത്തിൽ നിന്നുള്ള മിഷണറിമാർ വടക്കിഴക്ക് സംസ്ഥാനങ്ങളിലേക്ക് ചെന്നത്. അന്ന് ആസാം മിഷൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ചങ്ങനാശ്ശേരിക്കാർക്ക് ഒരു സന്തോഷമായിട്ടുള്ള കാര്യമുണ്ട്. ആദ്യത്തെ അച്ഛന്മാരുടെ വൈദികരുടെ ഇടയിൽ മാത്യു എലഞ്ഞിപ്പുറം എന്ന കൈനികരിക്കാരനായ ഒരു ചങ്ങനാശ്ശേരി രൂപതക്കാരനുണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ മിഷണറിമാരുടെ സ്ത്രീകൾ പരിശ്രമത്തിൻ്റെ ഇടയായിട്ട് ഈ സഭ പെട്ടെന്ന് വളരുവാൻ സാധിച്ചു. ഇന്ന് 15 രൂപതകൾ 7 സംസ്ഥാനങ്ങളായിട്ടുണ്ട്. 20 ലക്ഷം കത്തോലിക്കർ, അതിൽ പകുതിയോളം മേഘാലയ സംസ്ഥാനത്തിലാണ്. 2000 വൈദികർ, 5000 സിസ്റ്റേഴ്സ്, അനേകം സെമിനേരിയൻസും സിസ്റ്റേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. വളരെ പെട്ടെന്ന് വളരുന്ന ഒരു സഭ. The church in Northeast India is a very young church. It is a vibrant church. It has a short history, but within limited period of time the church has grown into 20 lakhs of Catholics, 2,000 priests, 5,000 nuns, and many perceiving to be priests and religious in various formation houses. For this we thank God. വടക്ക് സംസ്ഥാനങ്ങളിലെ സഭ വളരെയധികം അധ്വാനിക്കുന്ന, പ്രേക്ഷിത ജോലി ചെയ്യുന്ന ആളുകളുടെ സഭയാണ്. തുടക്കം തുടങ്ങി മെത്രാന്മാരും വൈദികരും സിസ്റ്റേഴ്സും ബ്രദേഴ്സും ആത്മാരും ഒക്കെ തീഷ്ണമായിട്ട് പ്രവർത്തിച്ച ഒരു സഭ. റോഡുകളില്ലാതെ നീണ്ട ദൂരം നടന്ന് കുടിലുകളിൽ താമസിച്ച് വെള്ളവും ഇലക്ട്രിസിറ്റിയും ഇല്ലാത്ത ഗ്രാമങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്ത്
അനേകം സ്കൂളുകൾ സ്ഥാപിച്ച് കുട്ടികളെ പഠിപ്പിച്ച് ഈ സഭയുടെ വളർച്ചയ്ക്ക് കാരണം വഹിച്ചത് വളരെയധികം തീക്ഷ്ണതയുള്ള പ്രേക്ഷിത പ്രവർത്തകരാണ്. അവരോടൊപ്പം തന്നെ അൽമായരും പല പല സൊസൈറ്റിയിലെ അംഗങ്ങളും ചെറുപ്പക്കാരും ഉപദേശികളും ഗ്രാമങ്ങളിൽ പോയി ആളുകളെ മനസ്സാന്തരപ്പെടുത്തുകയും കർത്താവിലേക്ക് അടുപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു ഫലമാണ് ഇന്ന് കാണുന്നത്. വളരെയധികം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അൽമായരുണ്ട്. മേഘാലയയിലെ ചീഫ് മിനിസ്റ്റർ ഒരു കത്തോലിക്കനാണ്. പല സംസ്ഥാനങ്ങളിലും MLA-മാരും മന്ത്രിമാരുമുണ്ട്, ജഡ്ജിമാരുണ്ട്. പല പല ഓഫീസുകളിലും സഭയെ സഹായിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഒത്തിരി അനുഗ്രഹങ്ങൾ അൽമായരിൽ നിന്നുണ്ടാകുന്ന ഒരു സഭയാണ് വടക്കുകിഴക്ക് സഭ. വടക്കുകിഴക്ക് സഭ ഒരു പാവപ്പെട്ടൊരു സഭയാണ്. ഇറ്റ് ഈസ് എ പുവർ ചർച്ച്. നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പറയുമായിരുന്നു, ഐ വാണ്ട് എ പുവർ ചർച്ച്, ഐ വാണ്ട് എ പുവർ ചർച്ച്, എ സഫറിംഗ് ചർച്ച്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ സഭയിൽ വലിയ വലിയ പള്ളികളില്ല, വലിയ സ്ഥാപനങ്ങളില്ല, പല കാര്യങ്ങളും നടത്തുന്നതിനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ആളുകൾ കുടിലുകളിലാണ് താമസിക്കുന്നത്. ഗ്രാമങ്ങളിൽ ചെറിയ ചെറിയ പള്ളികൾ പോലുമില്ല. പുറത്താണ് കുർബാന ചെല്ലുന്നത്. ചിലപ്പോൾ ഒരു ടേബിൾ പോലും, ഒരു മേശ പോലും കിട്ടാത്തക്ക ഗ്രാമങ്ങളിലുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലത്ത് വിശ്വാസം കൂടുതൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ആളുകളുടെ സഹകരണം ധാരാളമായിട്ട് കാണുന്നുണ്ട്. കുർബാനയുടെ സഹകരിയായിട്ട് അവരിലുള്ള എല്ലാ വിഭവങ്ങളും അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുള്ളതെല്ലാം കാഴ്ചവെപ്പിനായിട്ട് കൊണ്ടുവരികയാണ്. കുർബാനയിൽ വളരെയധികം നന്നായിട്ട് പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഡാൻസും പാട്ടും അവരുടെ രീതിയിലുള്ള ആരാധനക്രമവും എല്ലാം ഇതിനോട് ഒത്തുചേർത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സഭ ഒരു പാവപ്പെട്ട സഭയാണെങ്കിലും ഒരു തീക്ഷ്ണതയുള്ള ഒരു സഭ, വിശ്വാസമായിട്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സഭയായിട്ട് മുന്നോട്ട് പോവുകയാണ്. The church in Northeast is a poor church, but it is a church which is generous, where the people contribute their best for the building up of the church. And they build up the church through their work, through their offering, through whatever they have, and with their generous contributions. For this we thank God. ഈ വടക്കുകിഴക്ക് സംസ്ഥാനങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് ഞങ്ങളിലുള്ള തീക്ഷ്ണതയും പ്രവർത്തന ശൈലികളും മുന്നോട്ട് പോകുവാനും അതിനൊന്നും കളങ്കം വരാതെ ഭംഗം വരാതെ മുന്നോട്ട് പോകുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ യാചിക്കുന്നു. ഇന്ന് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാളാണ്, മെയ് ദിനം, തൊഴിലാളികളുടെ ദിനം. ഈ അവസരത്തിൽ എല്ലാ തൊഴിലാളികൾക്കും നന്ദി പറയുന്നു. പ്രതിഫലം വഹിക്കുന്നതും വഹിക്കാത്ത രീതിയിലുള്ള പല ഉത്തരവാദിത്തങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ പ്രവർത്തനങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്, സമൂഹം മുന്നോട്ട് പോകാനായിട്ട്, സഭ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. നമ്മളെല്ലാവരും കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിലെ തൊഴിലാളികളാണ്. We are all laborers in the vineyard of the Lord. ഈ കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിൽ ഒത്തിരി ജോലിയുണ്ട്, ഒത്തിരി വേലയുണ്ട്. The harvest is plentiful, laborers are few. കൊയ്ത്ത് വളരെ അധികമുണ്ട്, പക്ഷെ വേല ചെയ്യാൻ വേലക്കാരില്ല. വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. കൊയ്ത്ത് ധാരാളമായതിനാൽ എല്ലാവരുടെയും ആവശ്യമുണ്ട്. കർത്താവിൻ്റെ ഉപമയെ നമുക്ക് ഓർക്കാം. കർത്താവ് എന്താണ് പറഞ്ഞത്? അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന ആളുകളെ വിളിച്ചു കൊണ്ടുപോവുക, ജോലി ചെയ്യാം. 9 മണിക്ക് വന്നാലും 10 മണിക്ക് വന്നാലും 11 മണിക്ക് വന്നാലും വൈകുന്നേരം വന്നാലും എല്ലാവരെയും കൊണ്ടും ജോലി ചെയ്യിപ്പിക്കുക. എല്ലാവരുടെയും ആവശ്യമുണ്ട്. നമ്മുടെ തന്നെ നാട്ടിൽ നമുക്ക് കാണാനായിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് ജോലി ചെയ്യാനായിട്ട് ആളുകളില്ല. തെങ്ങ് കയറാൻ ആളില്ല, മാങ്ങ പറിക്കാൻ ആളില്ല, ചക്കയിടാൻ ആളില്ല. നമ്മൾ പുറം സംസ്ഥാനത്ത് നിന്ന് വരുന്നവരെ ഉപയോഗിക്കുക. പണി നടക്കണം, ജോലി നടക്കണം, എല്ലാവരെയും നമ്മൾ ഉപയോഗിക്കണം.
നമ്മുടെ സഭയിലും അത് തന്നെയാണ്. പ്രേക്ഷിത ജോലി ചെയ്യാനായിട്ട്, കൊയ്ത്ത് ചെയ്യാനായിട്ട് നമുക്ക് ആളുകളെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ആവുന്നത്ര നമ്മൾ ഉപയോഗിക്കും. അണ്ണറക്കണ്ണൻ തന്നാലായത് അവരുടേതായ രീതിയിൽ സഭയെ വളർത്തുക, സഭയെ പരിരക്ഷിക്കുക, സഭയെ പ്രത്യേകം സംരക്ഷിക്കുക. ഇത് നമ്മുടെ എല്ലാവരുടെയും ഡ്യൂട്ടിയാണ്, നമ്മുടെ കടമയാണ്. All of us are workers in the vineyard of the Lord, and we should be able to work in the best manner possible with responsibility. The harvest is plentiful. Everyone has to toil, everyone has to work, and we must take in as much as possible. Our attitude should not be like what we heard in the gospel. Who is this man? His father is a carpenter. We know his brothers and sisters. ഇത് തച്ചൻ്റെ മകനാണ്, ഇവൻ എന്ത് ക്വാളിറ്റിയാണുള്ളത്, ഇവനതൊക്കെ എങ്ങനെ സാധിച്ചെടുക്കാൻ സാധിച്ചു? അങ്ങനെയൊന്നും ചോദിക്കാതെ ഓരോരുത്തരെയും ഉപയോഗിച്ച് പ്രേക്ഷിത വേലയ്ക്ക് ഇറങ്ങുക. നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ സമൂഹത്തിലും സഭയിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം വിളവ് ധാരാളമുണ്ട്, ജോലിക്കാർ വളരെ കുറവാണ്. നമ്മൾ ഈ ജോലി ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു സാധ്യത ഉത്തരവാദിത്വ ബോധം. വിശുദ്ധ ഔസേപ്പിതാവ് അത് നമുക്ക് മാതൃകയായിട്ട് കാണിച്ചു തന്നു. യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ മറിയത്തിനെയും യേശുവിനെയും സംരക്ഷിച്ചു, പരിപാലിച്ചു, പോഷിച്ചു വളർന്നു. പ്രതിഫലം ചോദിക്കാതെ പല ജോലികൾ നമ്മൾ ചെയ്യുന്നു. വൈദികരും സിസ്റ്റേഴ്സും അൽമായരും ഒക്കെ പ്രേക്ഷിത വേല ചെയ്യുന്നത് പ്രതിഫലത്തിനല്ല. പത്രോസ് കർത്താവിനോട് ചോദിച്ചു, ഞങ്ങളെല്ലാം വിട്ടെറിഞ്ഞ് അങ്ങയെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് തരും? കർത്താവ് പറഞ്ഞു, ഒന്നും തരില്ല, ഈ ലോകത്തിലൊന്നും കിട്ടില്ല, സ്വർഗത്തിൽ കിട്ടുമായിരിക്കും, കുരിശ് കിട്ടും, പക്ഷെ പ്രതിഫലം ഉണ്ടായി എന്ന് വരില്ല. ആ പ്രതിഫലം ആഗ്രഹിക്കാതെ ഉത്തരവാദിത്തം ചെയ്യുക. കാരിങ് ഔട്ട് അവർ റെസ്പോൺസിബിലിറ്റി വിത്തൗട്ട് എക്സ്പെക്ടിങ് എനി റിവാർഡ്. That is the crux of that is the main center point of our work within the church and the society. And lastly, faith. കർത്താവിൻ്റെ ജന്മനാട്ട് സ്ഥലത്ത് അധികം പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചില്ല. കാരണം അവർക്ക് വിശ്വാസമുണ്ടായില്ല എന്ന് പറയുന്നു. Because they lacked faith, he could not do great miracles there. If there was no faith, no work could be done. വിശ്വാസമാണ് എല്ലാത്തിൻ്റെയും കാതൽ. വിശ്വാസമില്ലാതെ നമുക്ക് പ്രേക്ഷിത വേലയ്ക്ക് ഇറങ്ങാൻ സാധിക്കില്ല. വിശ്വാസമില്ലാതെ നമുക്ക് പ്രതിഫലം ആഗ്രഹിക്കാതെ പ്രവർത്തിക്കാൻ സാധിക്കില്ല. വിശ്വാസമില്ലാതെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ തീഷ്ണതയോടെ നമുക്ക് നിറവേറ്റാൻ സാധിക്കില്ല. അതുകൊണ്ട് വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളുടെ വിശ്വാസം നമ്മുടെ പ്രവർത്തനത്തിലാണ്. നമ്മൾ 2000 കൊല്ലത്തെ വിശ്വാസികളാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മുടെ പ്രവർത്തനങ്ങൾ ശരിയല്ലെങ്കിൽ, ആ പ്രവർത്തനങ്ങൾ വിശുദ്ധ യാക്കോബ് പറയുന്നത് പോലെ നല്ല പ്രവർത്തനങ്ങളാണെങ്കിൽ, കർത്താവിന് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നമ്മൾ വിശ്വാസമുള്ളവരാണ് എന്ന് നമുക്ക് മനുഷ്യരെ കാണിക്കാൻ സാധിക്കും. During this Holy Mass, let us pray for one another. Let us pray especially for the success of Fiat Mission and for the missions in not only in our country and abroad, and all those who are working for the missions. May Saint Joseph pray for all of us. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ സഹായവും പ്രാർത്ഥനയും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.